ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. അപ്പം ദേ മീൻകറി വെക്കാനായിട്ട് മങ്കട മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ എന്താ ഇതിന് പറയുന്നതെന്ന് പറയണം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ തൊലിയൊക്കെ ഇരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറിക്ക് ആദ്യം തന്നെ പൊടിയൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്, കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടിയും തേങ്ങയും ഉള്ളിയെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ തേങ്ങയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും പിന്നെ നമ്മൾ തേങ്ങ എടുത്ത് ചൂടാക്കിയ പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മീൻ കറിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക നമ്മൾ അറ്റം ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുള്ളതാണ്. അപ്പം മാങ്ങ നിങ്ങളുടെ മീൻകറിക്ക് എത്ര പുളി വേണോ അതനുസരിച്ച് എടുക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം മീനിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റിയതിന് ശേഷം തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ കറക്റ്റ് പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറുകി മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻകറി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ മുരിങ്ങയ്ക്ക ഇട്ട് മീൻകറിയൊക്കെ വെക്കാറുണ്ടോ? ചിലവരൊക്കെ ചില സ്ഥലത്തൊന്നും വെക്കാറില്ലെന്ന് പറയുന്നേക്കാം. അപ്പോൾ നമ്മൾ വെക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം.